വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചന ചിന്തകൾ, അത് തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആശയവിനിമയമാണ്. അത് തീർച്ചയായിട്ടും ദൈവവചന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് നാളുകളായിട്ടുള്ള അറിയപ്പെടുന്ന ശുശ്രൂഷകര് ഈ മാർഗത്തിൽ നിന്ന് മാറുന്നു. അവര് പറയുന്നത് അവരവരുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു പറഞ്ഞാൽ അവർ വന്ന സഭയിലും അവിടെയൊക്കെ തിരിച്ചു പോവുക. പ്രത്യേകിച്ച് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് വളരെയധികം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അത് ഒരു വലിയ സംസാര വിഷയമായി. അത് പല ചർച്ചകൾ വരുന്നു, പല പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പം ഫേസ്ബുക്കിൽ, ക്ലബ് ഹൗസ്, ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിലല്ലേ ഇവരുടെ കൂട്ടായ്മയും ചർച്ചയും ഒക്കെ ഉണ്ട്. ഒരു റവല്യൂഷണറി സുവിശേഷകൻ എന്നറിയപ്പെട്ടിരുന്ന ഉൾഫക്മാൻ, ഈ ഉൾഫക്മാന്റെ ടീച്ചിങ്സ് ഇവിടെ ഉണ്ടായിരുന്ന പല ശുശ്രൂഷകരെ വളരെയധികം ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി പോകുന്ന അതിൽ നിന്നും ഉണ്ടായ ആശയമാണോ അതോ എന്താണെന്ന് അറിയത്തില്ല. ഒരു ദിവസം പെട്ടെന്ന് പറയുന്നു, ഇനി നമ്മൾ ഈ ചർച്ചയില്ല, നിങ്ങൾ മടങ്ങിപ്പോകും. ഉണ്ടായിരുന്ന ശുശ്രൂഷകർ, വിശ്വാസികൾ ചിലര് മടങ്ങിപ്പോയി, ചിലർ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ഒറ്റയടിക്ക് ചിലർ ഈ കൺഫ്യൂഷൻ ആകുന്ന ഒരു പ്രശ്നം അവർ പറയുന്ന ഇവന്മാരെല്ലാം കള്ളന്മാർ, അവർക്കറിയുന്നില്ല. ഇത് ഒരു പ്രശ്നമാണ്, നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് അതിനകത്ത് ശക്തമായ നമുക്കൊരു ആ കാര്യങ്ങളിൽ നമുക്ക് പറയേണ്ടതായ ധാരാളം സന്ദേശമുണ്ട്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അവര് പറഞ്ഞില്ലേ, ഭവനത്തിലോട്ട് പോവാണെന്ന്. അതിന് വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ ഭവനമല്ല, മിസ്രൈമിലേക്കുള്ള തിരിച്ചുപോക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. മിസ്രൈമിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ലേ, അവർ മരുഭൂമിയിലായിരുന്നു, ഇപ്പൊ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പോയി. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട്, എബ്രായ ലേഖനം വ്യക്തമായിട്ട് 6-ാം അധ്യായം പറഞ്ഞു, പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയവൻ, അവിടെ പറഞ്ഞിട്ട് പ്രകാശനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ. 3 കാര്യങ്ങളാണ്. അപ്പൊ നിൽക്കുന്നിടത്തൊന്നും ഇത്രയും സംഭവങ്ങളില്ല, ഞാൻ നിന്നതാ. ഇവര് തിരിച്ചു പോകുമ്പോൾ അവിടെ എന്തൊക്കെയോ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു വെക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, എന്റെ 35 വയസ്സ് വരെ 2000 വരെ അങ്ങനെ ഒരു അനുഭവം ഞാൻ നിന്ന സഭയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാഭിഷേകം, മനസ്സിലാകുന്നുണ്ടോ? മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വീകരിക്കുമ്പോൾ പാപബോധത്തോടെ സ്വീകരിക്കുന്ന ഒരു അനുഭവത്തിലാണ് തുടങ്ങുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പ്രകാശനം ലഭിക്കും. പ്രകാശനം ലഭിക്കുന്ന എങ്ങനെ? യേശു ഉള്ളിൽ വരുമ്പോഴാണ് പ്രകാശനം ലഭിക്കുന്നത്, അല്ലേ? ഇത് അംഗീകരിക്കാൻ കഴിയാതെ ജനങ്ങളെ നിന്ന് തീർച്ചയായിട്ടും ബ്രദർ ചോദിച്ചു, ഇവര് പറയുന്നില്ലയോ അവര് തിരിച്ച് എല്ലാവരും പോകുന്നു, എന്നിട്ട് അത് പഠിപ്പിക്കുകയാണ്. അപ്പൊ കുറച്ചുപേര് പറയാണ്, ആ സഭയെ ഞാൻ പോയപ്പോൾ അവിടുത്തെ ഭാഷ നല്ലതല്ല, വിശ്വാസം ഞാനും തിരിച്ചു പോയി. നമ്മൾ എപ്പോഴും കേൾക്കുന്നുള്ളൂ. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ പിന്മാറിപ്പോയാൽ അതിന്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട്, അതായത് അത് ശാപത്തിനടുത്തതാണെന്നും. കാരണം അറിഞ്ഞ വ്യക്തി, അറിയാത്തവർ കണ്ണു തുറന്നിട്ടില്ല. അവർ സുവിശേഷം, പൗലോസിനെ കുറിച്ച് അതല്ലേ പറഞ്ഞ്, മുൻപേ മുടിച്ച വിശ്വാസത്തെ താൻ പ്രസംഗിക്കുന്ന അറിഞ്ഞവർ എന്നെ ചൊല്ലി. അപ്പൊ ഇവര് പറയുന്ന ശ്രേഷ്ഠത, ഞങ്ങൾ മടങ്ങിപ്പോയി. ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തിരിച്ചുപോയവർക്ക് പറയത്തക്ക മേന്മയെന്ന് പറയുമ്പോൾ അവർ പറയേണ്ടത്, ഇന്ന് ഏതൊരു നാമധേയ ക്രിസ്ത്യാനി ചോദിച്ചാൽ അവർ പാപി എന്നല്ലേ പറയുന്നത്. യേശു എന്തിനാ വന്നത്? ഞങ്ങളുടെ പാപത്തിനാ ഇന്നിപ്പോ പറയുന്നുണ്ട്. പക്ഷെ പാപിയാന്ന് വെച്ചാൽ പാപിയ പ്രാർത്ഥനയോട് പോലും എന്തോ സാധാരണ പാപി എന്നുള്ള പ്രാർത്ഥനയാണോ? മഹാഭാവി അതിനോട് കരുണയാണ്, അല്ലേ? ഒരാള് മഹാഭാവി എന്ന് പറയുമ്പോൾ യേശുവിന്റെ ക്രൂശിനെ നിഷേധിക്കുന്നു. അതേസമയം സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, കുഴിഞ്ഞ ചേറ്റിൽ നാശകരമായ കുഴിയിൽ നിന്ന് വിടുവിച്ചു, ഞാൻ പാപിയായിരുന്നു, അവൻ എന്നെ കഴുകി ശുദ്ധീകരിച്ചു. പത്രോസ് പറഞ്ഞില്ലേ, തലകൂടെ കഴുക വേണ്ട, വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഒന്ന് ഞാൻ പറയുന്നു, ആ ദൈവത്തിന്റെ നീതി സ്വീകരിക്കാത്തവരാ. അപ്പൊ ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ അതിലേക്ക് പോന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന അർത്ഥം എന്തോ? ആ നീതിയില്ല. ദേവാലയത്തിൽ തിരശ്ശീല മുകൾ മുതൽ അടിമല കീറിയെന്നില്ലേ പറയുന്നത്? ആകയാൽ കരുണ ലഭിപ്പാനും കൃപ ലഭിപ്പാനും ധൈര്യത്തോടെ കൃപാസന്റെ അടുത്തേക്ക് വരാൻ, പഴയ നിയമങ്ങളാണെങ്കിൽ പ്രാകാരത്തിൽ നിൽക്കേണ്ടവരാ നമ്മൾ, അല്ലേ? വിശുദ്ധ സ്ഥലത്തിന് അതിവിശുദ്ധ സ്ഥലത്തോട്ട് കയറാൻ നമുക്ക് കിട്ടിയ യോഗ്യത എന്തുവാ? മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് കിടക്കുമ്പോൾ അവന്റെ കൈക്കുമ്പിളിലെ രക്തമാണ് അവൻ കരിഞ്ഞു പോകാതിരിക്കുന്നത്. നമ്മൾ യേശുവിന്റെ തിരക്തമാണ് നമ്മളെ വിളിക്കുന്നത്. എബ്രായ ലേഖനം 4:14, കം ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്, നമ്മളെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ പദവി എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഇന്നും പാപിയാന്ന് പറയുന്നിടത്ത് എവിടെയാണ് ലഭിക്കുന്നത്? നീതിയാണ് നമ്മുടെ എല്ലാ രക്ഷയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. പാപം നിത്യമരണത്തിലേക്ക്, നീതിയാണ്, റൈച്ചസ്നെസ് ആണ് നമ്മളെ. റൈച്ചസ്നെസ് ലീഡ്സ് ടു എറ്റേണൽ ലൈഫ്. ആ നീതി അവർ പ്രസംഗിക്കുന്നില്ല. നീതിമാൻ എന്ന് പറയുമ്പോൾ ചില വ്യക്തികളെ മാത്രം നീതിമാനെന്നും നീതിമാന്റെ പദവിയിൽ. ഇവരെന്തുകൊണ്ടാണ് ഇവർ മടങ്ങിപ്പോകാനും ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു? വിശ്വാസകൂടത്തിൽ നിന്നവർ ചിന്തിച്ചോണം, ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ പീഡനമുണ്ട്, ഇവിടെ പ്രതിസന്ധികളുണ്ട്. ഒരിക്കലും തിരിച്ചു പോകാൻ അവകാശമില്ല. അപ്പോസ്തലന്മാരുടെ തുടർച്ച എന്നത് പാരമ്പര്യം. ആദ്യകാലങ്ങളിൽ അവര് പള്ളി എന്ന് പറയുമ്പോൾ തന്നെയും 2 or 3 പേരുടെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. എബ്രായ ലേഖനം തന്നെ യേശു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
അവിടെയെല്ലാം ശക്തമായി അവിടെ സ്ഥാപിക്കുന്നത് അവിടെ ഒരു പൗരോഹിത്യമില്ലെന്ന് തന്നെയാണ്. ഈ തുടങ്ങി വെച്ചത് അപ്പോസ്തലന്മാർ തുടങ്ങിയ പാപമോചനവും മാനസാന്തരവും സ്നാനവും അപ്പം നുറുക്കലും അത് തന്നെയായിരുന്നു. പാരമ്പര്യങ്ങൾ വന്നപ്പോൾ അതിന് വീണ്ടും വീണ്ടും മാറ്റങ്ങളായി പലതും. എന്തുവാ ഈ നമുക്കറിയാമല്ലോ, ഒരു ഫോട്ടോസ്റ്റാറ്റ് കുറെ എടുത്തു കഴിയുമ്പോൾ അതിന്റെ പിന്നെ മാറ്റം എന്ന് പറഞ്ഞാൽ കുറച്ച് തലമുറകൾ വന്നപ്പോൾ വന്ന മാറ്റങ്ങളാണ്. അപ്പോസ്തലന്മാർ ഒരിക്കലും യേശുവിന്റെ ശിഷ്യത്വത്തിൽ നിന്ന് യേശുവിന്റെ ശിഷ്യന്മാർ ഒരിക്കലും പ്രത്യേകതരപരമായ ആരാധനാ ക്രമങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അന്ന് മാളിക മുറികൾ തുടങ്ങിയത് തന്നെ, മനസ്സിലായോ? അത് ചില പിതാക്കന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അവർ പരസ്യമായിട്ട് അതിലേക്ക് അത് ചെയ്തു. അതാ ചെയ്തു. അല്ല ഞങ്ങൾ പഴയതിലേക്ക് പോകുന്ന എന്ത് ചെയ്യും? മാനസാന്തരം എന്ത് ചെയ്യും? വിശുദ്ധി ഉണ്ടോ? വേർപാടുണ്ടോ? പറ. വിശുദ്ധന്മാരെ ആരാധിക്കുന്നു, കുരിശിനെ നമ്മൾ വന്ദിക്കുന്നുണ്ടോ? നമ്മൾ ക്രൂശ് എന്ന് പറയുമ്പോൾ യേശുവിന് ക്രൂശിന്റെ വചനം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിന് നമ്മൾ അതിന്റെ മുമ്പിൽ വീഴാൻ അനുവാദം, ആരാധനയുടെ പറയുന്നില്ല, അതിന് മുമ്പിൽ വീഴാനോ വന്ദിക്കാനോ പറയുന്നില്ല. ഞങ്ങളവിടെ പോയി ഇവന്മാരെല്ലാം കള്ളപ്പം പെന്തിക്കോസ്ത് സഭകളിൽ പ്രതിഷ്ഠ എവിടെ ഇല്ലാത്ത എല്ലാ സഭകളിലും ഇല്ലേ വിഷയം. അതുകൊണ്ട് ഈ വിശ്വാസത്തെ തച്ചുടച്ച് കാണിക്കാൻ ശ്രമിക്കരുത്. പിന്മാറ്റത്തിൽ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്ട് വലിയ സംഭവം നിങ്ങൾ പറയാനൊക്കത്തില്ല. നിങ്ങൾക്കുള്ള വചനമാണ്. ഒരിക്കൽ പ്രകാശനത്തിൽ വെച്ചിട്ട് പിന്മാറിപ്പോയാൽ അത് ശാപത്തിനത്രേ അത് ചുട്ടുകളയുന്നു. കർത്താവ് പറഞ്ഞ് കൊമ്പിന് മുന്തിരിവള്ളിൽ വസിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. കൊമ്പിൽ നിന്ന് മാറിയാൽ അത് ഉണങ്ങിപ്പോകുന്നു, അതിന്റെ തീയിലിടുന്നു. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ വചനത്തെ വളരെയധികം നല്ലപോലെ ഇപ്പം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞ് ഉള്ള പഠിപ്പിക്കലൊക്കെ വളരെ വ്യക്തമായിട്ടും ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ. ഇവരിങ്ങനെ തിരിയുമ്പോൾ അതിന്റെ സ്വാധീനം ഭയങ്കരമായിട്ട് ജനങ്ങളിൽ. അപ്പം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രശ്നമില്ലായിരിക്കും. പക്ഷെ അല്ലാതുള്ള ആൾക്കാർ പെട്ടെന്ന് അയ്യോ ഇദ്ദേഹം താണ്ട് നമ്മൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തന്ന ആളല്ലേ, അദ്ദേഹത്തിന് സത്യം അറിയാമല്ലോ, നമ്മളെക്കാളും അറിവുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞൊരു സ്വാധീനം ഭയങ്കരമായിട്ട്. ഇതിനകത്തൊക്കെ വരുന്നവർക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ, ഒന്നീ മുമ്പേ പറഞ്ഞ ഒരു പൊസിഷൻ, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരായിരിക്കും. അംഗീകാരം, ഒത്തിരി വിഷയങ്ങൾ വന്നപ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു അഭയം വേണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങൾ ഇതിന്റെ പിൻപിലുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ ഒത്തിരി ചൂണ്ടിക്കാണിക്കും, ഇതൊന്നും ദൈവസന്നിധിയിൽ യാതൊന്നുമല്ല. ഈ മോശ എവിടെ കുഴിച്ചിട്ടെന്ന് പറയും. ചിലർ പറയത്തില്ല ഞങ്ങളെ ഇന്ന സ്ഥലത്ത് വലിയ അടക്കങ്ങൾ, കോവിഡ് സമയത്ത് ഏറ്റവും വലിയ പ്രഗത്ഭന്മാരുടെ അടക്കങ്ങൾ ഇവിടെ എങ്ങനെ നടന്നു പറ. ചാരം കൊണ്ട് നമുക്കറിയാമല്ലോ, വളരെ എനിക്ക് ഏറ്റവും അറിയാവുന്ന ധാരാളം പേരുണ്ട്. വലിയ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഭയങ്കര ആ സിറ്റി അറിയത്തക്ക രീതിയിലുള്ള സംസ്കാരം നടത്തേണ്ട വിഷയങ്ങൾ എന്താ പറയുക സംഭവിച്ച് ഇന്നിടത്തെ അടക്കത്തുള്ളൂ, കുടുംബക്കല്ലറ, പല കാര്യങ്ങൾ. മോശ അടക്കിയത് എവിടെ നിറഞ്ഞു, പല പിതാക്കന്മാരെ എവിടാന്ന്. അപ്പൊ ഈ നമ്മളിത് പോരുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ അറിഞ്ഞ സത്യം ഈടെ ഇവർക്ക് എന്തോ പള്ളികളുണ്ടോ, നമുക്കൊക്കെ എസ്റ്റാബ്ലിഷ് പള്ളികളുണ്ട്, ഇവർക്ക് എന്തോ ഒന്നുമില്ല. ഇവിടെ പലതിനും ഞങ്ങൾക്ക് തടസ്സങ്ങളുണ്ട്. പള്ളികളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നല്ല രസമാണ്, നല്ല കെട്ടിടങ്ങൾ വരുന്നത്. പക്ഷെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നതാണല്ലോ, പള്ളികൾ എന്ന് പറയുമ്പോൾ കല്ലുകളായിട്ട് നമ്മൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമൊന്നും ദൈവം വസിക്കുന്നു അറിയുന്നില്ലയോ? അബ്രഹാമിനെ കുറിച്ച് തന്നെ പറയുന്നു, ഇസ്ഹാക്കിനോട് യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, അല്ലയോ? ഒരിക്കൽ ബില്ലി ഗ്രഹാം പറഞ്ഞൊരു കഥ എന്നെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, നല്ല വീട്ടിലൊക്കെ ഇരിക്കുന്ന നല്ല ചെടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല പ്ലാസ്റ്റിക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്, നല്ല കളറുകളാണ്. പക്ഷെ ഒരിക്കൽ പോലും ചിത്രശലഭം അതേ വന്നിരിക്കത്തില്ല, ഇരിക്കുവോ? അതേസമയം ചവിട്ടിപ്പതിഞ്ഞ് റോഡിലുള്ള ചെടികൾ കണ്ടിട്ടില്ലയോ? ചില കണ്ടാൽ നമുക്കറിയാം, പക്ഷെ അതിന് ലൈഫുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ല. നമ്മൾ ചിലപ്പോൾ പിതാക്കന്മാർ കൂടി വന്ന പോലെ നമ്മൾ കൂടി വരാൻ നമ്മുടെ സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ പോലും ഞാൻ നാളെ പാവിലൊരു ചർച്ച പണിതാലും നല്ലൊരു ചർച്ച തന്നെ പണിയണം, നല്ലൊരു ഇരിപ്പിടം വേണം, മാന്യമായിട്ട്. ഇപ്പൊ എൻ്റെ ഒരു ചെറിയൊരു കൂടാരം വന്നാലും അറിയാമല്ലോ അവിടെ വന്ന്, അതെല്ലാം നല്ല രീതിയിൽ. കാരണം കർത്താവ് പറഞ്ഞു എവിടെയാ ബസ ഒരുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? വിരിച്ചൊരുക്കിയ മാളിക മുറി, ഫർണിഷ്ഡ് അപ്പർ റൂം എന്ന് അങ്ങനെ ഒരു വാക്കാ, ഫർണിഷ്ഡ് എന്നാ പറഞ്ഞു. കർത്താവ് പറഞ്ഞു എവിടെയുള്ള നമുക്ക് കൂടാം, ഇവിടെ ആണെങ്കിലും മതി, അവിടെ അങ്ങനെ കർത്താവ് പറഞ്ഞു. വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി. അപ്പൊ കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലത്തിന് ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടേത് വലുതാ, ഞങ്ങൾ ലോകം മുഴുവനുള്ള ഞങ്ങളുടെ സഭ സ്പിരിച്വലി ഇതിന് ഇമ്പോർട്ടൻസ് ഇല്ല, യാതൊരുന്നുമില്ല. അതിൽ ഞാൻ ഈ ചെടിയുടെ കാര്യം പറഞ്ഞു. നോക്കുമ്പോ ഭയങ്കര ആലങ്കാരികത. അവിടെ ദൈവം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? യാക്കോബ് ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് എന്താ പറഞ്ഞു? ഈ സ്ഥലത്ത് കഷ്ടതയുടെ കല്ലല്ലേ തലവണ. താൻ പറഞ്ഞു കോവേണിയിൽ കൂടെ ദൈവദൂതന്മാർ കയറുന്നിറങ്ങുന്ന കണ്ടപ്പോൾ താൻ എന്താ പറഞ്ഞു? ദൈവം ഈ സ്ഥലത്തുണ്ട് നിശ്ചയം. 2 or 3 പേരുടെ നാമത്തിൽ കൂടിയാൽ പിന്നെന്തോ പള്ളിക്ക് പ്രസക്തി. അപ്പൊ ഇവർക്കൊക്കെ താൽക്കാലിക നേട്ടം ഞങ്ങൾ മാറി. അപ്പൊ എന്തോ അവിടെ നിന്നോണ്ട് കുറച്ചു പേരെ കൂടെ അങ്ങോട്ട് അതെ വിശ്വാസികൾ. എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുക, നിങ്ങൾ വെളിച്ചം ഒരിക്കൽ അറിഞ്ഞവരാണെങ്കിൽ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ, എനിക്ക് എല്ലാ പദവികളും ഉണ്ടായിരുന്നു, ഞാൻ നടന്നു. അപ്പൊ ഇതിനകത്തും അവിടെ നല്ലവർ കാണും, കുഴപ്പക്കാർ കാണും, ഇല്ലേ? ഒരാൾ പറയുക റേഷൻ കട ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് നല്ലപോലെ ഇടപെട്ടില്ല, എനിക്ക് അതുകൊണ്ട് റേഷൻ ഇനിയും വേണ്ട. പറയൂ, ദൈവം അനുവദിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ ഞെരുക്കങ്ങളുണ്ട്, ഇവിടെ ചിലപ്പോൾ സമ്പന്നൻ, ചിലർ കുറച്ച് കൂടുതൽ സമ്പന്നത അനുഭവിച്ചു കാണും, കുറച്ച് പേർ കൂടുതൽ ദാരിദ്ര്യമായിരിക്കും. പറഞ്ഞ പോലെ ചിലർ പറഞ്ഞു നല്ല ഉദ്ധാരണം വേണമെന്ന്.
പക്ഷെ ഇതൊന്നും പിന്മാറിപ്പോലെ അറിഞ്ഞ സത്യത്തിൽ പൗലോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു ഓടുവരെ, അല്ലേ? താൻ എന്തിനാ ഈ ന്യായപ്രമാണത്തിലും താൻ പുറത്തു വന്നത്? പൗലോസ് വിട്ടെറിഞ്ഞു പോയതിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നത് പൗലോസ് ലാഭമായിരുന്നില്ല. എന്താ പറയുക പൗലോസിന് ലാഭമായിരുന്നത്? 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവൻ, പരീശൻ, അല്ലേ? ബെന്യാമിൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനിന്യൻ, താൻ തന്റെ പദവികളെ കുറിച്ചാണ് പറഞ്ഞു. ഇതെല്ലാം വിട്ടുപോകാൻ എന്തോ പ്രശംസിക്കാനാണ്? കർത്താവിന്റെ ക്രൂശിലല്ലാതെ എനിക്കൊന്നും. അപ്പൊ നിങ്ങൾ ചിലപ്പം പോയത്, നിങ്ങൾ കുറച്ചുപേരെ കൂടെ കൊണ്ട് ഞങ്ങൾ വലിയ സംഭവം നടക്കത്തില്ല. പീഡിപ്പിക്കും തോറും വളരുന്ന പോലെ ഈ ആത്മീയ സഭ, അതായത് പരിശുദ്ധാത്മാവിനാലുള്ള അപ്പോസ്തലിക സഭകൾ, അത് ഇത് തന്നെയാണ്. അതിനകത്ത് രക്ഷയുണ്ട്, സ്നാനമുണ്ട്, വേർപാടുണ്ട്. വേർപാട് പുറമേ ഉള്ള വേർപാടല്ല ഞാൻ പറഞ്ഞു. അവിടെ അങ്ങനെ ആത്മാവിനത്തിൽ ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്. അവിടെ എന്ത് കുറവുകൾ അവിടെ ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി കുറവുണ്ടായിരുന്നില്ലേ? പക്ഷെ എന്തോ ഈ ബിലിയാമിനോട് എന്താ പറഞ്ഞു? അവന് ആദ്യം ശപിക്കാനുള്ള പരിപാടി മുഴുവൻ നോക്കിയില്ലേ? എന്തോ പറഞ്ഞു? അവരെ അനുഗ്രഹിക്കപ്പെട്ടവരാ, അവർ കാട്ടുപോത്തിന്റെ ബലമുണ്ട്, ഞാൻ തിരിച്ച ജനം. ദൈവം തന്റെ ജനത്തെ പാപം ചെയ്യുമ്പോൾ അടി കൊടുത്തിട്ടുണ്ട് ദൈവം. പക്ഷെ ദൈവം അവരെ ശ്രേഷ്ഠമായിട്ട് തന്നെ കണ്ടു. അതുകൊണ്ട് ദൈവജനമാണ്. ആദ്യ സമയങ്ങളിൽ പലരും വില കൊടുത്ത, നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അംഗീകാരം കിട്ടിക്കാണും, ഒത്തിരി പദവികൾ കിട്ടുന്നുണ്ട്, ഇന്ന ആൾ ഇങ്ങോട്ട് വന്നു, തിരിച്ചു വന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു? സ്ഥാനമാനങ്ങളോ എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ വന്ന് പ്രതീക്ഷിച്ചു. ഇവിടെ വന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നവരുണ്ട്. അവർ ഇന്നും നിലനിൽക്കുന്ന, അവർ ദൈവത്തിൽ മാത്രം, ആത്മാക്കളുടെ വർധനവ് മാത്രമാണ് പ്രതീക്ഷിച്ചെങ്കിൽ. നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടിയാണ് ജാഗരിച്ച് ഇന്നും നിൽക്കുന്നെങ്കിൽ വിശ്വാസഗോളങ്ങളിൽ അവർ നേടിയിട്ടുണ്ട്. പിന്നെ പണവും പ്രശസ്തി സ്ഥാനമാനങ്ങളൊക്കെ വന്നപ്പോൾ പലരും ഒക്കെ വ്യതിചലിച്ച് കാണും. അത് അവർ മാനസാന്തരപ്പെടട്ടല്ലേ? ആ തലമുറകൾ വരുമ്പോൾ അന്ന് വില കൊടുത്തതിന്റെ തലമുറകൾ അനുഭവിക്കാനും ദൈവിക നന്മകൾ അവർ അനുഭവിക്കും. അല്ല, പണ്ട് ഞങ്ങൾ അവർ കപ്പത്തോട്ടത്തിലിരുന്ന് ഞങ്ങളെല്ലാം കൂടെ കപ്പയും മീനും അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഒക്കത്തില്ല. ഇന്നാ ലെവലെല്ലാം മാറി അനുഗ്രഹം അനുഭവിപ്പാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരായോണ്ടല്ലേ ക്രിസ്തുവിലൂടെ നമ്മുടെ ശാപം, അതിനെ പറയുന്നില്ലയോ, മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ശാപം വഹിച്ചു. അവനിലുള്ള അനുഗ്രഹം ജാതികൾക്ക് ക്രിസ്തുവേശുവിലൂടെ. ആരുടെ അനുഗ്രഹം? അബ്രഹാമിന്റെ അനുഗ്രഹം. എനിക്കൊന്നും കിട്ടില്ല, ദൈവത്തെ ശുശ്രൂഷ എന്റെ എല്ലാം അതിനകത്ത് ഇട്ടു. എന്തിനാ നിങ്ങൾ ഇട്ടത്? നിങ്ങൾ ഇട്ടെങ്കിൽ എന്താ എടുക്കാഞ്ഞ്? മറ്റേ ആടുകൂട്ടം എന്തിനാ കംപ്ലൈന്റ് ചെയ്ത്? ഒരാട്ടിൻകുട്ടിയെ പോലെ എനിക്ക് തന്നിട്ടില്ല. ദൈവം അനുഗ്രഹം. കർത്താവ് പറഞ്ഞു നിങ്ങൾ അന്ത്യം വരെ ദാരിദ്ര്യത്തിൽ ജീവിക്കണം. ദൈവം ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം, അല്ലേ? മുൻപേ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതല്ലേ? അതുകൊണ്ട് ഈ പിന്മാറ്റത്തിൽ പോയാൽ അവിടെ എല്ലാം ഞങ്ങൾ പറയാം, നിങ്ങൾ ഇനി അങ്ങ് പോയി, നിങ്ങൾ അവിടെ അങ്ങ് ചെയ്തു, കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് സത്യം നിങ്ങൾ മറച്ചു വെച്ചോണ്ട് ഞങ്ങളുടേതാന്ന് പറയാൻ സമ്മതിക്കത്തില്ല. കാരണം ഒത്തിരി വർഷങ്ങളെ പാരമ്പര്യങ്ങളെ ഞങ്ങൾ പുറത്തു വന്നു. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം രക്ഷയില്ല. കാരണം കള്ളു കുടിക്കാം, വീഡിയോ കളി. ഞാൻ ചിന്തിച്ച്, ഞാൻ കൃപയെ വന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ്, ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്ന ആളായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മരുമോന്, അല്ലെ എൻ്റെ അവരെല്ലാം ഈ കൃപയെ ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ട് രക്ഷ, നിത്യജീവൻ, സ്നാനം, വിശുദ്ധീകരണം, ഇതെല്ലാം അപ്പോസ്തലിക അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ആത്മാവിനത്തിലുള്ള ആരാധന. മറ്റേത് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പോക്കൂ. ഇത് പരിശുദ്ധമുള്ളിടത്തോളം, കർത്താവ് പറഞ്ഞോളൂ, കാലമുള്ളിടത്തോളം വിതയും കൊയ്ത്തും എന്ന് പറഞ്ഞ പോലെ ആത്മാക്കൾ വിടുവിക്കപ്പെടും, ഈ കൃപയിലേക്ക് വരും. പിന്തിരിഞ്ഞാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ ഞങ്ങൾ വന്നു, നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പിന്മാറ്റത്തിലാണ്. നിങ്ങൾ പാരമ്പര്യത്തിലോട്ടോ പിതാവിലോട്ടോ അല്ല ചേർന്ന്, നിങ്ങൾ മിസ്രൈമിലേക്കാണ് പോയിരിക്കുന്നത്. ഒരിക്കൽ വെളിച്ചം വരാതെ ആർക്കും വരാനൊക്കത്തില്ല. അവിടെ നിങ്ങൾ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ദൈവദാസൻ തെറ്റ്, അവിടെ ചതി കണ്ടു, അവിടെ വഞ്ചന കണ്ടു, അത് ദൈവം അവരെ ന്യായം വിധിച്ചോളും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചോണം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ പിന്മാറരുത്, മടങ്ങിവ. ഈ സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ വീണ്ടും ആഹ്വാനം ചെയ്യുന്നു. ഈ വെളിച്ചത്തിലേക്ക് തന്നെ നിങ്ങൾ വരിക. നിങ്ങളെ കാത്ത് ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരപ്പനുണ്ട്. നഷ്ടപ്പെട്ട മകനെ കാത്തിരിക്കുന്ന ഒരപ്പനെ പോലെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കും.